ക്യൂട്ട് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലുവക്കടുത്തുള്ള ഒരു വില്ല പോയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ കൂടെ ഡീറ്റെയിൽസിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീട് വന്നിട്ട് ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് 2 കിലോമീറ്ററും ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. പോമ്പാറ ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ഡിസ്റ്റൻസും വരുന്നത്. അപ്പോൾ ഇതാണ് വീട്. അതിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, റോഡ് ഇവിടം വരെ എൻഡ് ആവുന്നതാണ്. ഈ റോഡെല്ലാം ടൈല് വിരിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ഗേറ്റ് വരുന്നുണ്ട്. അത് ഫോൾഡ് ചെയ്യണതും സ്ലൈഡ് ചെയ്യാനായിട്ട് ഡോർ വരുന്നു. മുറ്റം വന്നിട്ട് കടപ്പാക്കാലി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി വരുവേ. ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ KWയുടെ വാട്ടർ കണക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ വേണ്ട അക്വാപ്ലസിൻ്റെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ കിണർ വരുന്നത് ഈ ഭാഗത്താണ്. അധികം ആഴമില്ലെങ്കിലും ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നത് വർക്ക് ഏരിയ ആണ്. ഇവിടെ ക്ലാഡിങ് സ്റ്റോണൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. നല്ലൊരു ഡോറ് തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലൊക്കെ നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ലിവിംഗ് റൂമിൽ അത്യാവശ്യം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TV യൂണിറ്റ് ഏരിയ കിട്ടുന്നത് വലിപ്പത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിലേക്കുള്ള പാർട്ടീഷനായി കാണുന്നത്. ഒരു വലിപ്പമുള്ള ഡൈനിങ് ഹാള് കിട്ടുന്നുണ്ട്, നീളത്തിലേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ വരുന്നത് സ്റ്റെയറിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ടാണ്. അവിടെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. അവിടെ ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജ് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് കിച്ചൺ കണ്ടു നോക്കാം. ഒരു കൺവെർട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ 2 ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കബോർഡുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലും നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ വർക്ക് ഏരിയയിൽ 2 ഡോറ് വരുന്നുണ്ട്, 2 ഭാഗത്തായിട്ട് പുറത്തേക്ക് എക്സിറ്റ് ആയിട്ട്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം കേട്ടോ. ബെഡ്റൂമിലെ ഫാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും മിററും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വന്നിട്ട് വാഷ്റൂം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാഷ്റൂമിൽ നല്ല വെട്ടം കിട്ടുന്നുണ്ട്. ഇവിടെ സെറയുടെ വാഷ് ബേസിനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ടാണ്. ഇനി നമുക്ക് മേളത്തെ നിലയിൽ പോവാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത്.
ടഫൻ ഗ്ലാസും യൂസ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാൻസി ലൈറ്റ് കൊടുത്തേക്കുന്നത് കാണാം. അതുമാതിരി ഫാൾ സീലിംഗ് വന്നേക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. ലിവിംഗ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ കബോർഡ് 2-3 കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം കാണാം കേട്ടോ. ഒരു 3x3 സൈസിലുള്ള റൂമാണിത് കിട്ടുന്നത്. ഇവിടെയും ഫാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു വലിയ കബോർഡ് വരുന്നുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളും മിററും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. ഒരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിനി രണ്ടാമത്തെ റൂമാണ് കാണാൻ പോകുന്നത്. ഇവിടെയും ഫാൾ സീലിംഗ് വരുന്നുണ്ട്, ലൈറ്റിംഗും വരുന്നുണ്ട് കേട്ടോ. വാർഡ്രോബ് വരുന്നു, ഡ്രസ്സിംഗ് ടേബിൾ വരുന്നു, മിറർ വരുന്നു. ബാത്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും നല്ലൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂട്ടിലിറ്റി റൂം കാണാം കേട്ടോ. ഒരു പകുതി ഭാഗം കവേർഡാന്ന് പറയാം. നല്ലൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബാൽക്കണിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട്. അവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിലായിട്ട് ടെസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്, LED ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് വരുന്നത് 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റ് ആണ്. ബിൽഡർ ചോദിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.